ഹലോ ഹലോ സാറല്ലേ? അതെ സാറേ, ഇത് EBT ക്രെഡിറ്റ് കാർഡിൽ നിന്നാണേ. താങ്കളുടെ ക്രെഡിറ്റ് കാർഡിന്റെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞു. സാർ ഇതുവരെ പേയ്മെന്റ് ചെയ്യാത്തത് എന്താണ്? ഡ്യൂവായി കിടക്കുവാണ്. അതെ, ഞാൻ കുറച്ച് മോശം അവസ്ഥയിലായിരുന്നു, അതുകൊണ്ടാണ് അത് അടക്കാൻ പറ്റാതിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്യാം. സാറേ, ഓർഡർ ആണ്. സാറിന് ഇന്ന് അടയ്ക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, ഇന്ന് പറ്റില്ല. ഞാൻ എന്തായാലും ഈ ആഴ്ച എന്തായാലും ചെയ്യാം. എനിക്ക് സാലറി വീണിട്ടില്ല, അതുകൊണ്ടാണ്. സാലറി കിട്ടാത്തതുകൊണ്ടാണ് അത് ഡ്യൂ ആയി പോയത്. ഞാൻ എന്തായാലും ഈ ആഴ്ച എന്തായാലും ക്ലിയർ ചെയ്യാം. സാറേ, അത് പറ്റില്ല. ഇന്ന് ചെയ്യണം സാറേ. അത് ഇന്ന് പറ്റില്ല സാറേ, ഇന്ന് പറ്റില്ല. എന്തായാലും നാളെ അടച്ചു ചേർക്കാൻ പറ്റുമോ സാറേ? നമുക്ക് ഓർഡർ കിടക്കുവാണ് സാറേ. എൻ്റെ പൊന്നു കൂട്ടുകാരാ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ മുടക്കൊന്നും വരുത്തിയിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാണ് മുടങ്ങിയത്. സാറേ, നമുക്ക് മനസ്സിലായി. സാറേ, ഇത് ഓർഡർ കിടക്കുന്ന കാരണം നമുക്ക് ഹോം വിസിറ്റ് ഉണ്ടാവും സാർ. ഒരു വട്ടം മുടങ്ങുമ്പോഴേക്കാണ് നിങ്ങൾ ഈ വക വർത്താനം പറയണത്. കാർഡ് എടുക്കാൻ വരുന്നത് നിന്റെയൊക്കെ വർത്താനം ഇതല്ലായിരുന്നല്ല. പിന്നെ ഞാൻ എത്ര വട്ടം പേയ്മെന്റ് ചെയ്താണ്. അപ്പൊ നീയൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞാൽ അതൊക്കെ ഇല്ലാണ്ടാക്കി വീണ്ടും മനസ്സിൽ കൊണ്ട് വെച്ചേക്കണാണ്. പിന്നെ നിങ്ങൾ രാവും പകലില്ലാതും വിളിയും മെസ്സേജും ഒക്കെ ആയിട്ട് വല്ലാതെ ടോർച്ചർ ചെയ്യണ്ട തന്നെ മാനസികമായിട്ട്. മനസ്സിലായി? നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്യ് ഊട്ടി. എന്താടാ ഫോൺ വിളിച്ചെടുക്കാത്ത? എടാ, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ നീ എന്ന് തരും? നിനക്കൊരാവശ്യം വന്നപ്പോൾ എൻ്റെ വീട് പണിയാനുള്ള പൈസ എടുത്താൽ നിനക്ക് ഞാൻ തന്നെ. ഒരാഴ്ച സമയം നീ എന്നോട് പറഞ്ഞു. അതും കഴിഞ്ഞപ്പോൾ 3-4 മാസം കഴിഞ്ഞു. എടാ, കുറെ നാളായില്ല നീ വാങ്ങിച്ചിട്ട്. എടാ, അത് എനിക്ക് 3 മാസമായി സാലറി കിട്ടിയിട്ട്, അതുകൊണ്ടാണ് വൈകുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരുന്നു. നിന്നെ വിളിച്ച് ഞാൻ പൈസ ചോദിച്ചു. എന്നിട്ട് നീ ആ പൈസ തരാൻ കൂട്ടാക്കി. എടാ, അമ്മയ്ക്ക് സുഖമില്ലാത്ത കാര്യം നീ എന്നോട് പറഞ്ഞില്ലല്ലേ? പറഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാടാ? ആ സമയം ഞാൻ കുറേ നോക്കിയടാ, കുറേ ആൾക്കാർക്ക് വിളിച്ചു, ആരും തന്നില്ല. സാലറിയും കിട്ടിയിട്ടില്ല. അവളുടെ കാര്യം നിനക്ക് അറിഞ്ഞത്. ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫുള്ള് പൈസ എടുത്തിട്ടാ അവളെ ഹോസ്പിറ്റലുകാരൊക്കെ ഞാൻ സെറ്റ് ചെയ്തത്. ഇപ്പം അത് ഓവർ ഡ്യൂ ആയിട്ട് അവർ വിളിച്ചിട്ട്, സുധീഷ് എനിക്ക് അറിയണില്ലടാ ഞാൻ എന്താ ചെയ്യേണ്ടത്. എൻ്റെ കഥ കേൾക്കാൻ വന്നല്ല ഞാൻ. എൻ്റെ പൈസ നീ എപ്പോൾ തരും അത് പറ. പല അവധിയായി നീ എനിക്ക് പറയണത്. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞാന്ന് വെച്ചാൽ നീ ഒരു വാക്ക് പറ. പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവനോട് കാണിക്കരുതട്ടാ അമ്മയിരെ. എന്തിടാ, നല്ല തന്തയ്ക്ക് പറഞ്ഞാണെങ്കിൽ നീ എൻ്റെ പൈസ ഇട്. കുറെ ആയില്ലേ ഞാൻ നിന്നോട് നേരെ ചോദിച്ചിട്ടില്ലല്ലോ. ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ കാശ് നാളെ കിട്ടണം.
പിന്നെ വാർത്തയിൽ നിന്നാണല്ലോ തീട്ടുണ്ടാക്കും. എന്ത് പറ്റാൻ 2-3 മാസമായിട്ട് സാലറി ഇല്ലല്ല. പിന്നെ ഇവിടുത്തെ കാര്യത്തിന് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഫുള്ള് പൈസ എടുത്തിട്ടാണ് എന്നാ ഹോസ്പിറ്റലുകാരൊക്കെ മാനേജ് ചെയ്ത്. അതിപ്പോൾ കയറി കയ്യിൽ നിൽക്കാത്ത പോലെ. അവരാണെങ്കിൽ വിളിച്ചിട്ട് സൗകര്യം തരുന്നില്ല. ഞാൻ പൈസ ഇട്ടതാണ് 2-3 വട്ടം. പക്ഷെ അതൊക്കെ ഇൻട്രസ്റ്റിൽ കയറിപ്പോയി അതിലേ കയറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും മൈനസായിട്ട് കിടക്കുക. അതായിട്ടൊന്ന് പുറത്തിറങ്ങിയപ്പോൾ സുധീഷ് അവൻ വന്നിട്ട് കുറേ വർക്ക് കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ടുണ്ടായിരുന്നേ പൈസയ്ക്ക്. അപ്പം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിട്ടാണ് അവൻ വിളിച്ചത്. അത് അവൻ എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞാലും ചുറ്റിലും കൊട. നിനക്കും തരാനില്ല പൈസ. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ഒരു വാക്ക് പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം കാണിക്കുന്നില്ല. പേടിക്കണ്ടതാ, ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതൊന്നുമല്ല. ഞാൻ ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഞാൻ കയ്യിൽ നിന്ന് തന്നെ പോയിരിക്കായിരുന്നു. നീ ഒന്നും മനസ്സിലാക്കിയത്. സാരമില്ലടാ, നീ എന്നോട് പൈസ ചോദിച്ചിട്ടൊന്നുമില്ല. ചോദിച്ചപ്പോൾ ഒന്നും തരാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. സാരമില്ല, നീ പൊക്കോ. അൻസർ പറഞ്ഞല്ലോ നീ ട്രാക്കിലെന്താ കിഴിപ്പെടുന്നു. എന്താണത്? എൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോടാ. ആ സമയം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എടാ, നീ മരിച്ച ആർക്ക് പോയി? നിന്റെ വീട്ടുകാർക്ക്. നിന്റെ ഭാര്യ സുഖമില്ലാത്തല്ലേ? നിന്നെ ആശ്രയിച്ചല്ലേ ജീവിക്കുന്നത്. നീ അവരെ കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എടാ, നീ എനിക്ക് തരാനുള്ള പൈസ തരണ്ടാ. എടാ, തരാതിരിക്കാൻ വേണ്ടിട്ടല്ല, എനിക്ക് കുറച്ച് പൈസ വരാണ്ട്. അത് വന്നാ ആദ്യം ഞാൻ നിന്റെ പൈസ തരും. നിന്റെ പൈസ ആദ്യം തരണ്ട. നിന്റെ മറ്റു കടകളും പ്രശ്നങ്ങളൊക്കെ തീർക്ക്. എന്നിട്ടുണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ പോട്ടെ. നീ മരിച്ചതിന് ഉത്തരവാദി ഞാനോ? ആ കുറ്റബോധം കൊണ്ട് പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കൂടാ? ആരാടാ? ഇത് കടം തന്നവരാണോ? അല്ല, ഓഫീസിൽ നിന്നാ.
ഹലോ ഹലോ റഫീഖേ, ആ റഫീഖിന്റെ സാലറി ഇന്ന് കറക്റ്റ് ആവും കേട്ടോ. ഓ. 3 മാസത്തെ ഇല്ലായിരുന്നോ ഇന്ന് കറക്റ്റ് ആവും. ആ ഓക്കെ സാർ, താങ്ക് യു. ശരി. താങ്ക് യു. ആ സാലറി ക്രെഡിറ്റ് ആയി. ഞാൻ നിന്റെ പൈസ ഇപ്പൊ തന്നെ ഇടാം. അതിപ്പോ വേണ്ട, നീ നിന്റെ വീട്ടിൽ മറ്റുള്ള പ്രശ്നങ്ങൾ തീർക്ക്. അല്ല, നീ ഓൾറെഡി പെട്ടെടുക്കല്ലേ, അതിപ്പോ തന്നെ ചെയ്യാം. അത് വേണ്ട, അതിപ്പോ വേണ്ട. എടാ നീ ഇതിപ്പോ കിടന്ന് തോന്നിയിരുന്ന എന്തായാലും എടാ ചാവാൻ ആർക്കും പറ്റും, ജീവിക്കാനാണ് ബുദ്ധിമുട്ട്. ജീവിച്ച് കാണിക്കുന്നതാണ് ആൺകുട്ടി. ഞാൻ പോവാ, പണിക്കാരുണ്ട് കേട്ടോ. ഇനിമാരി പരിപാടിക്കൊന്നും നിൽക്കരുത് കേട്ടാ. ഹായ് സാർ, ക്രെഡിറ്റ് കാർഡ് വല്ലതും നോക്കുന്നുണ്ടോ? എന്റെ പൊന്നു സുഹൃത്തെ, ഒരു ക്രെഡിറ്റ് കാർഡ് വരുന്നത് എന്റെ ഡെത്ത് കാർഡ് അടിക്കേണ്ടി വന്നേനെ.